Hello friends, welcome to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പുതിയൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാ 360 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 360 ക്യാമറയാണ് ഞങ്ങൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡിസ്പ്ലേ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് 1" 360 എഡിഷൻ എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ അറിയാമായിരിക്കാം ഇൻസ്റ്റാ 360യുടെ ഒരു 360 ക്യാമറ, അതായത് അവർ ചെയ്തതിൽ മികച്ചതായിട്ടുള്ളത് 1x2, അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 1x3 ആണ്. പക്ഷേ ഇതാണെങ്കിൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമറയാണ്, അതായത് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് 1" സെൻസറാണ്. അപ്പോൾ രണ്ട് സൈഡിലും, അതായത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും 1" സെൻസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ 1" 360 എഡിഷൻ എന്ന് പേരിട്ടത്. സോ ഇതൊരു മോഡുലാർ ക്യാമറയാണ്. നിങ്ങൾക്ക് സാധാരണ ഒരു ഇൻസ്റ്റാ 360ൻ്റെ 1RS എന്ന് പറയുന്ന ഒരു ക്യാമറ ഉണ്ട്. സോ അതിൻ്റെ തന്നെ ഒരു വെർഷൻ ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. അതേ സെയിം മോഡുലാർ ഡിസ്പ്ലേ ആണ്. അതായത് ഇതിൻ്റെ മോഡുലാർ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗമാണ്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. കാരണം ഇതുപോലെയുള്ള വീഡിയോസ്, അൺബോക്സിംഗ് വീഡിയോസ്, അതുപോലെ ട്രാവൽ വീഡിയോസും പിന്നെ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള കാറിൻ്റെ വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇത് അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ബോക്സിൽ തന്നെ സ്പെസിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് 1" സെൻസറാണ്. അപ്പോൾ ഇവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ 1" സെൻസർ, അതുപോലെ ഇതിൽ 6K 360 ഡിഗ്രി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 21 മെഗാ പിക്സലിൻ്റെ 360 ഡിഗ്രി ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ ഫ്ലോ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലൈസേഷൻ, അതായത് ഇവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റെബിലൈസേഷൻ്റെ പേരാണ് ഫ്ലോ സ്റ്റേറ്റ്, അതും ഇതിലുണ്ട്. അതുപോലെ ഇതിൽ ഒറിസോൺ ലോക്ക് ഉണ്ട്, അതായത് നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കിൻ്റെ സപ്പോർട്ടാണ് ഇവർ പറയുന്നത്. അതല്ലാതെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ഇതിലില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. അതുപോലെ സൂപ്പർബ് ലോ ലൈറ്റ്, അതായത് ലോ ലൈറ്റിൽ ഇത് നല്ല ക്യാപ്ചർ ചെയ്യും, അതായത് നല്ല വീഡിയോ ക്യാപ്ചർ ചെയ്യും. കാരണം ഇതിൽ വരുന്നത് ഡ്യുവൽ 1" സെൻസർ ആയതുകൊണ്ട് നമുക്ക് സൂപ്പർബ് ലോ ലൈറ്റ് ഇതിൽ കിട്ടും. അതായത് നമുക്ക് 1x3നെ കാട്ടി അപേക്ഷിച്ചിട്ട് ഇതിൽ അധികം ലൈറ്റ് ഇൻടേക്ക് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ HDR ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ്, ഇത് ഞാൻ എന്തായാലും നിങ്ങളുടെ ഒരു കാര്യം കൂടി ഇതിൽ പറയാം ക്ലിയർ ആയിട്ട്. ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇതൊരു വാട്ടർ പ്രൂഫ് ക്യാമറ അല്ല, ഇതൊരു മോഡുലാർ ക്യാമറ ആണ്. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും 1x3 എന്ന മോഡൽ എടുക്കണം. അതുമല്ലാതെ ഇതിൻ്റെ പ്രൈസും കൂടുതലാണ്. ഇതിൻ്റെ പ്രൈസും കൂടുതലാവാനുള്ള കാരണം കൂടി ഞാൻ ഇതിൽ പറയാം. പിന്നെ ഇതിൽ ഇൻ്റർചേഞ്ചബിൾ ലെൻസ്, നമുക്ക് ഈ ഒരു ലെൻസ് പെർട്ടിക്കുലർലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ മോഡലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ബാറ്ററിയും ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വോയിസ് കൺട്രോൾ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഓട്ടോ എഡിറ്റ് ഓപ്ഷനും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇൻ ദ ബോക്സ് എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം, 1" 360 ലെൻസാണ്. പിന്നെ RS കോർ, ഇതിൻ്റെ ബ്രെയിൻ വരുന്നുണ്ട്. പിന്നെ വേർട്ടിക്കൽ ബാറ്ററി ബേസ് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ഒരു ബ്രാക്കറ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് കേബിളാണ്, ചാർജിങ് അഡാപ്റ്റർ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ലെൻസ് ക്യാപ്പ്, അതായത് ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാപ്പും കൂടി ഇതിലുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസും കൂടി ഞാൻ പറയാം. ഇതിൻ്റെ പ്രൈസ് ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത് ആമസോണിലാണെങ്കിലും IM a സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ഉണ്ട്, അതിലും ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത് 76,000 ആണ്. പിന്നെ കുറച്ച് വെബ്സൈറ്റിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 79,000. പക്ഷേ ഇത് നമുക്ക് ദുബായിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 82,000, അതായത് ഇന്ത്യനെയും കാട്ടി കൂടുതലാണ് ഇതിൻ്റെ റേറ്റ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് തന്നെ പറയും. അതുപോലെ ഇതിൻ്റെ
ഇൻസ്റ്റാ 360ൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ പ്രൈസ് 82,000 85,000 എന്തോ വരുന്നുണ്ട്. സോ ഞാനിത് മേടിച്ചത് 69,000 ആമസോണിൽ നിന്ന് വിത്ത് ഓഫറാണ് മേടിച്ചത്. ഇപ്പോഴും ആ ഓഫർ റണ്ണിങ് ആണ്. നിങ്ങളൊരു പ്രൊഫഷണൽ വീഡിയോ ഷൂട്ടർ ആണെങ്കിൽ ഞാൻ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാൻ തന്നെ പറയും. 1x3 എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതിൻ്റെ ലെൻസിൻ്റെ ഒരു പ്രൊട്ടക്ടർ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഇങ്ങനെ തന്നെ ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഇതാണ് നമുക്ക് വരുന്ന 360 ഡിഗ്രി 1 ഇഞ്ച് 360 എഡിഷൻ ക്യാമറ. ഓക്കെ, നമുക്കിത് അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത പാടെ നമുക്കൊരു ക്ലോത്ത് ഉണ്ട്, അതായത് ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബുക്ക്ലെറ്റ്സ്, ഇതിൻ്റെ മാനുവൽ ഗൈഡ്, പിന്നെ ഇൻസ്റ്റാ 360യുടെ സ്റ്റിക്കേഴ്സ് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിലൊരു പ്രൊട്ടക്റ്റിംഗ് ക്യാപ്പ് ഉണ്ട്, അതായത് ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാപ്പ്, സിലിക്കോണാണ്. പിന്നെ ഇതിൽ ചാർജിങ് കേബിള്, ഞാൻ ആദ്യമേ പറഞ്ഞു അഡാപ്റ്റർ ഒന്നുമില്ല, ചാർജിങ് കേബിളാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ്, അതായത് അതിലൊരു ഓപ്ഷൻ ഉണ്ട് ക്ലോസിങ്. അത് ഇത് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കൊടുത്തതാണെന്നറിയില്ല, അങ്ങനെ ഒരു ക്യാപ്പ് ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, സിലിക്കോൺ ജെൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. നമുക്കിത് തിരിച്ചു വെക്കാം. സോ ഫ്രണ്ട്സ്, ഇതിൽ വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ ഒരു ബ്രാക്കറ്റാണ് വരുന്നത്. സോ ഇതാണ് ആ ബ്രാക്കറ്റ്, നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലെൻസ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ളത് ഞാൻ നോക്കാം. അപ്പോൾ ഇവരിവിടെ 2 ബട്ടൺ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 2 ബട്ടണും നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തോട്ടെ. ഓക്കെ, ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ലെൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് മോഡ്യുലറാണ്, അതുകൊണ്ട് ഇവർ 2 പിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 പിന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു ലെൻസ് ഇവർ ഇൻ കേസ് റിലീസ് ചെയ്താൽ നമുക്കതും കൂടി അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ ലെൻസ് ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല അത് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. കാരണം ഞാൻ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു, എവിടെയും അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് സൈഡിൽ വെച്ചിട്ട് ഇതെങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഇതെങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് USB പോർട്ട് കാണിക്കുന്നത്, നമുക്ക് ചാർജ് ചെയ്യാനുള്ള USB പോർട്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഇത് ബാറ്ററിയാണ്, ഇതിനാണ് ചാർജ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ ബേസാണ്, അതായത് ഇതിൻ്റെ ബ്രെയിനാണ്. ഓക്കെ, ഡിസ്പ്ലേ ഇവിടെയാണ് വരുന്നത്. ഞാനത് ഓൺ ചെയ്ത് കാണിക്കാം. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇത് മൂവ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഊരിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ബ്രാക്കറ്റ്, ആദ്യമേ പറഞ്ഞു ഇത് ബ്രാക്കറ്റാണ്. സോ നമുക്കിതിങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി തിരിച്ച്. ഓക്കെ, നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെ റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഇത് റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇതേ പെർട്ടിക്കുലർ മോഡലാണ് നമുക്ക് RS വരുന്നത്. ഓക്കെ, ഇവരുടെ ഒരു റെഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട്, ഇൻസ്റ്റാ 360 1RS എന്ന് പറഞ്ഞിട്ട്. അതിൽ വരുന്ന സെയിം ബ്രെയിനാണ്, സെയിം ഡിസ്പ്ലേ ആണ്, സെയിം തന്നെ. ഓക്കെ, ഒരു മാറ്റവും ഇല്ല, സെയിം ബ്രെയിനാണ് ഇതിലും വരുന്നത്. സോ ഈ ഒരു ബേസ് ബാറ്ററി മാത്രമേ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാനും പറ്റും. ഓക്കെ, സോ ഇത് USB അഡാപ്റ്ററായിട്ട് ഇതിലേക്ക് കണക്റ്റഡ് ആണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്രാക്കറ്റിലേക്ക് നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ്
ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ വെക്കാൻ പാടില്ല, കാരണം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഈ സൈഡ് വേണം. അതുപോലെ Insta360 എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് വേണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ലെൻസ് നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ട് സൈഡുമായിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് അറ്റാച്ച് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലൂ ലൈറ്റ് കാണിക്കും, പിന്നെ സ്ക്രീൻ വരും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഇപ്പോഴത്തെ വിഷ്വൽ. ഓക്കെ, ഇത് നമുക്കിതിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വീഡിയോ, ഒന്ന് ഫോട്ടോ, പിന്നെ അതുപോലെ HDR ഫോട്ടോ, പിന്നെ ഇൻ്റർവൽ, പിന്നെ സ്റ്റാർ ലാപ്സ്, പിന്നെ ബേസ്റ്റ് ഷോട്ട്, പിന്നെ ലൂപ്പ് റെക്കോർഡിംഗ്, പിന്നെ ടൈം ഷിഫ്റ്റ്, ടൈം ലാപ്സ്. അതുപോലെ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് 9 ഓപ്ഷൻസ് ഉണ്ട് ഏകദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീഡിയോ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ISO, അതുപോലെ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന പർട്ടിക്കുലർ വീഡിയോ റെക്കോർഡിംഗ് 6K അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ 360 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ സംഭവമുണ്ട്, എത്ര നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഞാനിതിലിപ്പോൾ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്, 256 GB എന്ന് തോന്നുന്നു. അപ്പോൾ അതിലുള്ള ഓപ്ഷനിൽ നമുക്ക് എത്ര ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബാറ്ററി, അവൈലബിൾ ബാറ്ററി എത്രയുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്, ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, റെക്കോർഡ് സ്റ്റാർട്ട് ആയിക്കോളും. ഇപ്പോൾ റെക്കോർഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കിവിടെ ടൈമർ കാണിക്കുന്നുണ്ട് റെക്കോർഡിൻ്റെ. അതുപോലെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഒന്നെങ്കിൽ ആ ലെൻസിൽ ഇല്ലെങ്കിൽ ഈ ലെൻസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള. പക്ഷേ ഇത് 360 ഡിഗ്രി ഷൂട്ട് ചെയ്യും. നമുക്ക് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, ഞാനതൊന്ന് ടാപ്പ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു AC വെൻ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് Insta360 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇതും കൂടി ഓൺ ചെയ്തിട്ട് നമുക്ക് പെയർ ചെയ്യണം ആദ്യം. അപ്പോൾ പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കാണിക്കും. ആദ്യം തന്നെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതിന് മനസ്സിലാവും നമുക്ക് ഇവിടെ ഒരു Insta360 നമ്മളുടെ അടുത്ത് ക്യാമറ ഉണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈഫൈയും അതുപോലെ ബ്ലൂടൂത്തും നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളെ അടുത്തുള്ള മോഡൽ ഇത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണിക്കും. അതുപോലെ കണക്റ്റിംഗ് ടു വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ആയിട്ട് ഇത് പെയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചില്ല, ആ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കും. ഞാനിതിൽ ബ്രൈറ്റ്നസ്സിൻ്റെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബ്രൈറ്റ്നസ് ഇല്ല. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ ഇത് മാനുവൽ മോഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ബ്രൈറ്റ്നസ് കുറച്ച് അധികമായിട്ടുണ്ട്. സോ ഈ ക്യാമറയിൽ നമുക്ക് നല്ല ലൈറ്റ് ഫ്ലോ ആവും. ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രൈറ്റ്നസ് ISO ലെവൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇത് കണക്ട് ചെയ്ത് കാണിക്കാം. ഇത് പ്രസൻറ്റിൽ റെക്കോർഡിങ്ങിലുള്ള ക്ലിപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ക്ലിപ്പ് ഇത് കംപ്രസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ ഒരു ലോ ക്വാളിറ്റി ആയിട്ട് തോന്നും. അതുകൊണ്ട് പേടിക്കണമെന്നില്ല, ഇത് കംപ്രസ്ഡ് വേർഷനാണ്. നമുക്ക് വൺസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ നമ്മൾ അതേ വീഡിയോസിനെ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കുറേ കൂടുതൽ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നിങ്ങൾക്കിവിടെ കാണും, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന മാനുവലിലാണ്. ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഓട്ടോയിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിത് ഇതിൻ്റെ കളറിൽ കുറേ മാറ്റം വരും. ഓക്കെ, ഇതാണ് ഇപ്പോൾ പ്രസൻറ്റ് റെക്കോർഡിങ്ങിൻ്റെ സ്റ്റേറ്റസ്, അതായത് ഓട്ടോ മോഡിൽ. ഞാനിതൊന്ന് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഇതിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും എത്ര ക്ലാരിറ്റിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുമല്ലാതെ ഞാനിപ്പോൾ കാറിനകത്താണ് ഇരിക്കുന്നത്, കാറിനകത്ത് പോലും നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ക്ലിപ്പ് തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്ലേ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണെന്ന് വെച്ചിട്ട് X3നെ അപേക്ഷിച്ചിട്ട്. കാരണം X3 ആണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിന് അടിപൊളിയാണ്, നൈറ്റ് ഷൂട്ടിനും കുഴപ്പമില്ല. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് നൈറ്റ് ആണെങ്കിലും ഇൻഡോറിൽ എവിടെ വെച്ച് ഷൂട്ട് ചെയ്താലും നമുക്ക് നല്ലൊരു ക്ലാരിറ്റിയിലാണ് ഇതിൽ കിട്ടുന്നത് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഷൂട്ട് നിർത്തുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പ്രൊഫഷണൽ ക്യാമറ ആണ്. അതിനൊരു കാരണമുണ്ട്. ഒന്നാമത്തെ ഇതിൻ്റെ പ്രൈസിങ് ആണ്. സാധാരണക്കാർക്ക് ഇത് താങ്ങുന്ന വില അല്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75,000 69,000 ആണ് വരുന്നത്. അപ്പോൾ അതിനെ കാട്ടി നല്ലത് ഞാൻ എന്തായാലും നിങ്ങളൊരു മോട്ടോർ വ്ളോഗിങ് ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളെന്തായാലും ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളെന്തായാലും X3 എന്നുള്ള ഒരു ക്യാമറ ഉണ്ട് ഇതിൻ്റെ Insta360. അതാണെങ്കിൽ 42,000 39,000 റേഞ്ചിലൊക്കെ ഓഫറിൻ്റെ സമയത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മേടിക്കാം. കാരണം അതാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫുമാണ്. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ വെള്ളത്തിൽ ചാടുന്ന സമയത്ത് നിങ്ങൾ അതും കൂടി എടുത്ത് ചാടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്വിമ്മിങ് ചെയ്യുന്ന വീഡിയോസും അതുപോലെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഷൂട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ പ്രൊഫഷണൽ ഞാൻ പറയാനുള്ള കാരണം, നിങ്ങളൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ എടുത്തിട്ട് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാനുള്ള ഒരു ട്രെൻഡായിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് വെർച്വൽ ടൂർ, അതായത് നിങ്ങൾക്ക് വെർച്വൽ ടൂർ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പ്രൊഫഷണൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് വീഡിയോസും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ടൂറിന് പർപ്പസിന് വേണ്ടി ഈ ഒരു ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഹോം ടൂറിൻ്റെ ഫോട്ടോ 360 ഡിഗ്രി ഫോട്ടോ കളക്ഷൻ ചെയ്തിട്ട് വെർച്വൽ ടൂർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇത്. ഓക്കെ, എന്തായാലും ഞാൻ Insta360ൻ്റെ 1X3 എന്ന ക്യാമറ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അഭിപ്രായത്തിലുണ്ട്. എന്നാലും ഞാൻ അത് ചെയ്താൽ ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇതേ റംസാനിൽ തന്നെ ഞാൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഒരു റംസാൻ ഫെസ്റ്റിലേക്ക് പോകാനുള്ള ഒരു ട്രാവൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് ഈ ഒരു ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ളി ഞാൻ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ, അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഓഡിയോ ചെയ്തിട്ട് അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഓഡിയോ ചെയ്തിട്ടിടാം. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഒരു ട്രാവൽ വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയെന്നുള്ള ഒരു സംഭവം സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ആക്സസറീസും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ എടുത്തത് കൊണ്ട് ഞാൻ ട്രാവൽ വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നമ്മളെ ചാനലിൽ തന്നെ ട്രാവൽ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പർപ്പസിനായിട്ട് ഞാൻ കുറേ ഗാഡ്ജറ്റ്സ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിന് തന്നെ കുറച്ച് ആക്സസറീസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1X3 എടുക്കുകയാണെങ്കിലും ഇതും അത്യാവശ്യമാണ്. കാരണം രണ്ടും സെയിം ക്യാമറയാണ്, ഇതിനുള്ള മൗണ്ടിങ് ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയെന്നുള്ളത് കാണിക്കാം. ഇതെന്ന് വെച്ചാൽ 4 സെക്ഷൻ കപ്പ് ക്യാമറ മൗണ്ടാണ്. നല്ല പവർഫുൾ ക്യാമറ മൗണ്ടാണ്. നമുക്ക് കാറിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നല്ല പവർഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യും. ഇതിന് വിലയും കുറച്ച് കൂടുതലാണ്. ഇത് ഒരു ചൈനീസ് പ്രൊഡക്റ്റാണ്, സ്മോൾ റിഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ക്യാമറ ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ളവർക്ക് ഇത് ചിലപ്പോൾ അറിയാമായിരിക്കും. ഇവരുടെ തന്നെ നല്ല ബ്രാക്കറ്റ്, അതുപോലെ നല്ല ക്യാമറ സ്റ്റാൻഡ്, അതുപോലെ കുറേ സാധനം ഇവരുടെ ആക്സസറീസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ മോഡൽ തന്നെ പർച്ചേസ് ചെയ്തത്. കുറച്ചുകൂടി പവർഫുള്ളാണ്, നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള സംഭവം ഉണ്ട് ഇതിൽ. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ആദ്യം ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒരു പോക്കറ്റ്, അതായത് ഇത് ഒരു കവർ വരുന്നുണ്ട് നമുക്കിത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്കിത് സൈഡിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ബുക്ക്ലെറ്റാണ്. ഓക്കെ, സോ ഇതാണ് മോഡൽ. നല്ല വെയിറ്റൊന്നുമില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് മെറ്റലാണ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യാപ്പാണ്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് റിമൂവ് ചെയ്യാം. സംഭവം ഇതാണ് സക്ഷൻ കപ്പ്. പിന്നെ ഇതിൻ്റെ ബിൽറ്റ് ഇൻ മെറ്റൽ വിത്ത് നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോൾസും കൂടിയുണ്ട്. നമുക്ക് വേറെ ഡിഫറെൻറ്റ് സൈസിലാണ്, ഡിഫറെൻറ്റ് അളവിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 4 ഓപ്ഷൻ ഉണ്ട്. 1 വലുതാണ് വരുന്നത്, ഇത് 2 ചെറുതാണ്, അതുപോലെ ഇത് 2 ചെറുതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് നമ്മളിത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്ലാസ്സിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് ലൈൻ ഉണ്ടല്ലേ, ഈ വൈറ്റ് ലൈൻ നമുക്ക് പമ്പ് ചെയ്തിട്ട് ഇത് അകത്ത് പോകണം. അപ്പോൾ എത്ര പോകുന്നുണ്ട് അത്ര നല്ലത്. പിന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വരും. പിന്നീട് വീണ്ടും നമുക്കിത് അറ്റാച്ച് ചെയ്തിട്ട് പമ്പ് ചെയ്താൽ മതി. ഞാനത് കാണിക്കാം. ഓക്കെ, ഞാൻ ആദ്യം കാണിച്ചില്ലേ അതായത് സെക്ഷൻ മൗണ്ട് കപ്പ്, അപ്പോൾ അതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം കാണിച്ച് ഇതിൽ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വേർഷന് നമുക്ക് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നമുക്ക് ഇക്വിപ്മെൻറ്റ്സ് വേണമായിരിക്കും, ടൂൾസ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടൂൾ മേടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതിൽ 2 ടൂളായിട്ടാണ് വരുന്നത്. നമുക്കിത് റിമൂവ് ചെയ്യാനും പറ്റും. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ഇതും കൂടി നല്ല ടൈറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബോൾസ് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ബോളും കൂടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2 ബോളുണ്ട്. ഇവിടെ ഒരു ബോളുണ്ട്, ഇവിടെ ഒരു ബോളുണ്ട്. നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ വേണ്ടെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി. നല്ലോണം ടൈറ്റ് ചെയ്യുക, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ക്യാമറൻ്റെ വെയിറ്റ് കാരണം ഇത് മൂവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ നല്ലോണം ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത് ഇടാൻ പറ്റും. ഓക്കെ, ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാറിൻ്റെ വീലിൻ്റെ ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രാവൽ വീഡിയോ കുറച്ചുകൂടി നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതെന്തായാലും ഞാൻ ട്രൈ ചെയ്യും. ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഞാനത് ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഞാൻ അതും കൂടി കാണിക്കാം. ഇത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഞാൻ അതിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യാം. മൗണ്ടിങ്ങിന് വേണ്ടി ഇവിടെയാണ് ഹോൾസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാറിൻ്റെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീലിൽ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതൊന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇവർ പ്രൊട്ടക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി ലൂസ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള സംഭവമാണിത്. അതുപോലെ ബൈക്കിൽ റൈഡ് ചെയ്യുന്നവർക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഹാൻഡിൽ ബാറിൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. സോ ഇത് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിതിൻ്റെ ടോപ്പിൽ വെച്ച് കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേണം വെക്കാൻ പറ്റും. എന്നിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ ഇത് താങ്ങില്ല, കാരണം ഇതിൻ്റെ വെയിറ്റിൽ, കാരണം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതല്ലേ. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാനിതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ സൺ റൂഫിൽ വെക്കാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ വേർഷനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റാ 360 എടുക്കുന്നവരാണെങ്കിൽ ഇൻവിസിബിൾ സെൽഫി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ സെൽഫ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ സെൽഫിയുടെ ആവശ്യമാണ്. ഓക്കെ, അതും കൂടി ഞാൻ കാണിക്കാം. അതും അക്സസറീസാണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കോട്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ റേറ്റൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഞാനിത് മേടിച്ചത് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിൻ്റെ 300 സെൻറ്റിമീറ്ററാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇത്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തെ, അഞ്ചാമത്തെ. സോ ഇത് നല്ല 300 സെൻറ്റിമീറ്റർ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഡ്രോൺ ഷൂട്ട് പോലെ ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും. സോ അത്യാവശ്യം നല്ല വെയിറ്റും ഇത് ഹോൾഡ് ചെയ്യും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്യാമറയ്ക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. ജസ്റ്റ് ഇവിടെ ഹോൾസ് ഉണ്ട്, ഇതൊന്നും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഞാൻ എല്ലാ ആക്സസറീസും കാണിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രൊട്ടക്ടർ എന്ന് വെച്ചാൽ ഇതിലൊരു ക്യാപ്പ് തന്നിട്ടുണ്ട്, അതേ ഉള്ളൂ ഇതിൽ പ്രൊട്ടക്ടറായിട്ട്. പക്ഷേ എനിക്കിത് ഫോർ എക്സാമ്പിൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിലിക്കോൺ കവർ ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. സോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അത്ര ഒരു വിലയൊന്നുമല്ല, പക്ഷേ ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, 600 രൂപയെന്ന് തോന്നുന്നു, 600 റുപ്പീസ് കൊടുത്തിട്ടുണ്ട് ഇതിന്. സോ ജസ്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഫുള്ളി ഇത് പ്രൊട്ടക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലെൻസ് ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. സോ നമ്മളിത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി. സോ ഇങ്ങനെ നമുക്ക് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഇത്രയും ആക്സസറീസാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി മേടിച്ചത്. സോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഓരോ ആക്സസറീസിൻ്റെ പേരും റേറ്റും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കമൻറ്റിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ട്രാവൽ വീഡിയോ വ്ളോഗ് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട്. അതും കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. കുറച്ച് സമയമെടുക്കും, കാരണം ഞാനതിന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും പോയ സമയത്ത് ഞാൻ ഇതിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യും. അതുപോലെ അവിടെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരു സിനിമാറ്റിക് വ്ളോഗായിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഞാൻ ഓഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫുള്ളി സംഭവങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുള്ളത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കാരണം ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻറ്റിൽ അറിയിക്കാം ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശേഷം. അപ്പോൾ അൺബോക്സിങ് ചെയ്തു. ഇതിൻ്റെ ആക്സസറീസൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ മടിക്കാണ്ട് ഞാൻ എന്തായാലും എനിക്കറിയുന്ന കാര്യം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. I hope you like it. Make sure to subscribe to our channel and also press the bell icon for more video. എന്തായാലും ഈ വീഡിയോ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, കാരണം എനിക്കത് ഒരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.